മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പിറവം കമ്പാനിയൻസ് ക്ലബ്ബിൽ MSME ക്ലിനിക് സംഘടിപ്പിച്ചു. സംരംഭം നാടിന്റെ അഭിമാനം എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടി പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് GST മാർക്കറ്റിംഗ് വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, സംരംഭകരുടെ വളർച്ചയ്ക്ക് സഹായിക്കുക, ആശങ്കകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ഉദ്ദേശത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി MSME ക്ലിനിക്ക് സംഘടിപ്പിച്ചത്. പിറവം കമ്പാനിയൻസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾ പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 2024 സംരംഭ വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം നമ്മുടെ നഗരസഭയിലടക്കം നിരവധി ചെറുതും വലുതുമായ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിൽ അതിനെ പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥരും അതിനുള്ള സംവിധാനവുമുണ്ട്. ആർക്കും എന്ത് സംശയം വന്നാലും അത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ, പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, ആരംഭിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട്, എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിനൊക്കെ നമുക്ക് നിരവധി സംശയങ്ങളുണ്ട്. പുതുതായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മുടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥനാണ് നഗരസഭയിൽ തന്നെ ഏകദേശം 155ഓളം സംരംഭങ്ങൾ നമുക്ക് ചെറുതും വലുതുമായിട്ട് ആരംഭിക്കാൻ കഴിയുന്നത്. ഏറെയും സ്ത്രീകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ തന്നെ നമ്മളൊരു ചെറിയ ടൈലറിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ വിനോദ് ജി സ്വാഗതമർപ്പിച്ച യോഗത്തിൽ പിറവം നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ KP സലീം അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ജോലിയെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്നവരിൽ ഭൂരിപക്ഷവും ഈ പറഞ്ഞവരാണ്. നമുക്കറിയാം, നേഴ്സുമാരായിട്ടുള്ള ആളുകൾ, ഏറ്റവും പെൺകുട്ടികൾ ലോകത്തെല്ലായിടത്തും ജോലി ചെയ്യുന്നത് മലയാളികളാണ്. മലയാളി പെൺകുട്ടികളാണ് 98% എന്നാണ്. ഒരു രണ്ടേ ഉള്ളൂ ഈ പറഞ്ഞ തൊട്ടടുത്തുള്ള കർണാടകത്തിൽ നിന്ന് മാത്രമേ അതുപോലുള്ള നോർത്ത് ഇന്ത്യൻ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് പോയിട്ടുള്ളൂ. അപ്പം അവർക്കങ്ങനെ പോകാൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്താ? അതിൻ്റെ യോഗ്യത നേടിയത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം കൊടുത്ത ആ കഴിവാണ്. പൊതുവിദ്യാഭ്യാസത്തിലൂടെ വിദ്യാസമ്പന്നരായത് അത് പിന്നീട് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസമായി മാറി. ഇപ്പോൾ നമുക്ക് നോളജ് എക്കണോമിയാണ് ഇന്നത്തെ കാലഘട്ടം. അറിവിനെ സമ്പത്താക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലേക്ക് തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 54 പേർ പങ്കെടുത്ത യോഗത്തിന് മൂവാറ്റുപുഴ ഉപജില്ലാ വ്യവസായ ഓഫീസർ ശ്രീമതി പ്രിയ പോൾ കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് PMA കരീം, സുധീർ ബാബു AS എന്നിവർ ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.